നമസ്കാരം. ഈ ആറ്റിങ്ങിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന കാര്യം അധികം ആരും അറിഞ്ഞിട്ടില്ല, ചാനലിലൊന്നും വന്നിട്ടില്ല. ഇത് കൊല്ലമ്പുഴയാണ്. കൊല്ലമ്പുഴ മാരാഴ്ചയിൽ ക്ഷേത്രയോഗം ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് 89 അടിയിലേട്ടാ 85 അടി പൊക്കത്തിൽ ഈ കാണുന്ന മഹാവിഷ്ണുവിൻ്റെ ഒരു ശില്പം അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശമൊക്കെ ബേസിക് എല്ലാം കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോൾ ശില്പിയാണ് കൂടെ ഉള്ളത്, സുല്ലിയേട്ടനാണ് കൂടെ ഉള്ളത്, കൗരിയുള്ള ഏട്ടനാണ്. ഇത് ഏട്ടൻ സെക്രട്ടറി അല്ലേ, പ്രസിഡന്റാണ്. അപ്പോൾ ഇതിങ്ങനെ ഈ പ്ലാൻ വന്നേക്കെ എങ്ങനെ? ഇതൊക്കെ ഒരു ഭഗവത് നിശ്ചയത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിങ്ങനെ ചെയ്യണമെന്നൊരു തോന്നൽ വന്നു. അതിനെപ്പറ്റി ചർച്ച ചെയ്ത് ട്രസ്റ്റിനകത്ത് ഇതിനെ പറ്റിയെല്ലാം ചർച്ച നടത്തിയപ്പോൾ എല്ലാം ട്രസ്റ്റിനകത്തെല്ലാം അനുകൂലമായ നിലപാടുണ്ടായി. അതിനുശേഷം ഇതിൻ്റെ എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു പ്ലാൻ ശില്പിയായിട്ട് ആലോചിച്ചു. അപ്പോൾ ശില്പിയായിട്ട് ആലോചിച്ച് നമ്മൾ ഈ ഒരു ഇതിനെ എങ്ങനെ വരണമെന്നുള്ളൊരു ലക്ഷ്യം ശില്പി എടുത്ത് പറയും. അപ്പോൾ ശില്പി അതനുസരിച്ചിട്ട് ഒരു രൂപം ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു ശില്പിയെടുത്ത്. അതനുസരിച്ചിട്ട് ഉണ്ടാക്കിയ രൂപമാണ് ആ കാണുന്നത്, അതിൻ്റെ മോഡൽ. അപ്പോൾ അതുണ്ടാക്കിയതിന് ശേഷമാണ് ബാക്കി ആൾക്കാർക്കെല്ലാം ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ വന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും എന്തായാലും ഭഗവാന്റെ കൃപ കൊണ്ട് കാര്യങ്ങളൊന്നും തടസ്സമില്ലാതെ ഇതുവരെ കൊണ്ടെത്തിക്കാൻ സാധിച്ചു. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ വിഴിഞ്ഞത്ത് നമ്മുടെ ശിവന്റെ ശില്പം ഞാൻ വാർത്ത ചെയ്തിട്ടുണ്ട്, മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് അതിനേക്കാളും ഉയരമുണ്ടോ ഇതിന്? അതിനേക്കാളും ഉയരമുണ്ട്. ഇത് ചെയ്ത് കഴിയുമ്പോൾ എത്ര ബഡ്ജറ്റൊക്കെ എത്ര? ഏകദേശം തീരുമാനം എത്തിയിട്ടില്ല, ഒരു തീരുമാനം എത്തിയിട്ടില്ല. എന്നാലും നമ്മളെല്ലാവരുടെയും സഹായത്തോടെ മുമ്പോട്ട് പോകുന്നു. അങ്ങനെയാണ്. ഇതിനു മുമ്പ് ചേട്ടൻ ഇത്രയും വലിയ ശില്പം ഇത്രയും വലുത് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. ക്ഷേത്ര പണികളെല്ലാം നിരവധി ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ പണിഞ്ഞ് കേരളത്തിനകത്തും പുറത്തും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മഹാവിഷ്ണുവിൻ്റെ ഈ ഇങ്ങനെയുള്ളൊരു ചതുർബാഹു പ്രതിമ നിർമ്മിക്കാനുള്ളൊരു അവസരം അദ്ദേഹത്തിനും എനിക്കിത് ചെയ്യാനുള്ളൊരു ഭാഗ്യവും ഈ തമിഴ്നാട്ടിലൊന്നും ഇങ്ങനെയുള്ള മഹാവിഷ്ണു പ്രതിമയില്ല. ബാക്കി എല്ലാ രൂപങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്നു പൂർണ്ണകായ പ്രതിമയല്ലേ? ധ്രുവന് അനുഗ്രഹം കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ധ്രുവൻ എന്ന് പറയുന്ന ബാലകനായിട്ടുള്ള അദ്ദേഹം മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് അനുഗ്രഹം മേടിക്കുന്നതാണ്. അപ്പം ധ്രുവന് അനുഗ്രഹം കൊടുത്ത ഭാവമാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാനിവിടെ അടുത്താ താമസിക്കുന്നത്. അപ്പോഴത്തേക്ക് പലരും എന്നെ വിളിച്ചൊക്കെ അന്വേഷിക്കാറുണ്ട് ഈ അമ്പലത്തിൽ എന്താ പറയുക, പിന്നെ വെറ്റില ജ്യോതിഷല്ലേ? വെറ്റില ജ്യോതിഷം നമ്മുടെ തിരുമേനി ഇവിടെ പ്രധാനമായിട്ട് പുള്ളി ജ്യോതിഷമൊക്കെ നോക്കുന്ന ആളാണ്. വെറ്റില വെച്ചിട്ടുള്ള വെറ്റില ജ്യോതിഷമാണ് നടക്കുന്നത്. ഇത് പുരാണ ക്ഷേത്രമാണ്. പുരാണ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തുനിന്ന് കിട്ടിയതാണ് ഈ ക്ഷേത്രം നമുക്ക്. ഇപ്പോൾ ഇവിടെ കൊല്ലമ്പുഴ ഇവിടെ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് കൊട്ടാരത്തുനിന്ന് കരവഴുവായിട്ട് പണ്ട് നമ്മുടെ പൂർവിക അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ളതാണ്. അവരിൽ നിന്ന് കൈമാറിയാണ് നമ്മളിലേക്ക് വന്നത്. എൻ്റെ പിൽക്കാലങ്ങളൊക്കെ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിച്ചേർന്നതും. പക്ഷേ ആ കൊട്ടാരമായിട്ട് ഇപ്പോഴും ആ ബന്ധം തുടരുന്നുണ്ട്. അതായത് അവിടുത്തെ കൊട്ടാരത്തിലെ ഉത്സവത്തിന് ഇവിടെ നിന്നാണ് കൊടിക്കൂറ കൊടുത്ത് ഉത്സവം കൊടിയേറ്റ് നടക്കുന്നു. അത് ആചാരമായിട്ട് നമ്മുടെ ഈ പൂർവീയ തള്ള തുടങ്ങി വെച്ചതാണ്. കൊട്ടാര കൊടിമരത്തിലേക്ക് അവിടുത്തെ ക്ഷേത്രത്തിലേക്ക് കൊടിയേറ്റിനുള്ള കൊടിക്കൂറ അന്ന് ചുട്ടിത്തോർത്തിൽ തച്ചു കൊടുക്കുന്ന കാലമായിരുന്നു. ആ കാലത്താണ് അമ്മ അത് തുടർന്നിരുന്നത്. അത് കുറേ കാലം അങ്ങനെ തുടർന്ന് പോവുകയും അതിനുശേഷം ഇടയ്ക്ക് കുറച്ച് ആൾ നിന്ന് പോവുകയും ചെയ്തു. അത് നിന്ന് പോയതിന് ശേഷം അവിടെ ദേവപ്രശ്നം വെച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ യഥാർത്ഥ അവകാശികൾ കൊടിയേറ്റിൻ്റെ കൊടിക്കൂറ കൊടുക്കേണ്ട അവകാശികൾ മാരാഴ്ചക്കാരാണ്. ഇവിടെ നിന്ന് തന്നെ കൊടിക്കൂറ ചുവണ്ട് ചെല്ലണമെന്ന് ആവശ്യപ്പെട്ട് അവിടുത്തെ കമ്മിറ്റിക്കാർ വരികയും നമ്മളെടുത്തുമായിട്ട് ആലോചിക്കുകയും നമ്മളത് അനുസരിച്ചിട്ട് അതുവരെ നമ്മൾ ചുട്ടിത്തോർത്തിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ചെങ്ങന്നൂരിൽ പോയി ആ കൊടി തന്നെ തയ്പ്പിച്ച് ആ കൊടിയേറ്റിനുള്ള വർഷം തോറും നമ്മളാണിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ആചാര അനുഷ്ഠാനത്തോടുകൂടി കൊടുക്കുന്നത്. എൻ്റെ പൊന്നിയേട്ടാ, ഞാൻ തൊട്ടപ്പുറം താമസിക്കുന്നു, എനിക്കൊന്നും അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അതിന് പുറമെ അഷ്ടമിരോഹിണിയുടെ അന്ന് അതും ചരിത്രത്തിലുള്ളതാണ്, നമ്മുടെ റെക്കോർഡുകളിലൊക്കെ ഉള്ളതാണ്. അഷ്ടമിരോഹിണിയുടെ അന്ന് അവിടുത്തെ കൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് നിവേദ്യം ഉണ്ടാക്കി ഇവിടുത്തെ തിരുമേനി ആരാണോ പൂജാരി, ആ പൂജാരി പോയിട്ട് അവിടെ നിന്ന് അത് ഏറ്റുവാങ്ങി കൊണ്ടുവന്നിട്ട് ആ 12 മണിക്ക് നിവേദ്യം നടക്കുന്ന 2 സ്ഥലത്തും ഇവിടെയും അവിടെയും ഒരേ സമയത്താണ് ഭഗവാൻ ഒറ്റ നിവേദ്യമാണ് 2 സ്ഥലത്തും നടത്തേണ്ടത്. ഇങ്ങനെയൊക്കെ
ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള പൗരാണികമായിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. അതാണ് ഇതൊക്കെ ഇവിടെ വരാനുള്ളൊരു സാഹചര്യം. അതുപോലെ തന്നെ കൊട്ടാരത്തു നിന്ന് ചെയ്തു തന്നോണ്ട് അഷ്ടനാഗശില, ഏകദേശം 7 അടി ഉയരത്തിലുള്ള അപൂർവങ്ങളിലായിട്ടുള്ള ശിലയാണ് അഷ്ടനാഗശില. അതെല്ലാം കൊട്ടാരം നമുക്ക് ലഭിച്ചതാണ്. അതേപോലെ കൊട്ടാരത്തിൽ അവിടെ ആ ക്ഷേത്രത്തിൽ ചെയ്തിരിക്കുന്ന കണക്കുള്ള കിണറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സെയിം കിണർ, ഒരേ രീതിയിലുള്ള. അവിടെ ചെന്ന് നോക്കിയാൽ ഇത് കാണാം, ഇതും കാണാം. ഇതുമായിട്ടുള്ള ആ ബന്ധം നമുക്ക് കൂടുതൽ ഊട്ടി ഉറപ്പിക്കാൻ ഇങ്ങനെയുള്ള ഇത് ഇപ്പോഴും കാണത്തക്ക രീതിയിലുള്ള ചരിത്രങ്ങൾ നിലനിൽക്കുകയാണ്. ക്യാമറ അനീഷ്